നിങ്ങളുടെ പാർട്ട്ണറിനെ അല്ലാതെ മറ്റാരെങ്കിലും ഡേറ്റ് ചെയ്യുവാനായിട്ട് അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആരെയായിരിക്കും സെലക്ട് ചെയ്യുക എന്നൊരു ചോദ്യമൊക്കെ ആയിരുന്നു എല്ലാവരുടെയും അടുത്തായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുള്ള വോട്ടിംഗും നടത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയിരിക്കെ ആദ്യമായിട്ട് മെയിൽസിന്റെ റിസൾട്ടൊക്കെയാണ് വരുന്നത്. ക്വിൻ റാൻഡമായിട്ട് ഒരാളെ സെലക്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെ സെലക്ട് ആയി വന്നിട്ടുണ്ടായിരുന്നത് ചെങ്ങാണ്. ഷെന്നിന് തന്റെ ബ്രദറിനെ പോലെയാണ് ചെങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷെന്നും ചെങ്ങിനെ തന്നെയായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോ പേഴ്സണൽ ലൈഫിൽ എങ്ങനെയാണെന്നൊന്നും തന്നെ എനിക്ക് അറിയിക്കില്ല. അതുകൊണ്ട് തന്നെ അതറിഞ്ഞാൽ കൊള്ളാമെന്നൊക്കെ എനിക്കും ഉണ്ടേന്ന് പറഞ്ഞിട്ട് സയോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ലൂവിനെ ആയിരുന്നു. സു നേരത്തെ തന്നെ യൂസിയുടെ ഒരു ഫാനാണല്ലോ. സോ യൂസിനെ സെലക്ട് ചെയ്തത് സു ആണ്. ഇപ്പോൾ ഫീമെയിൽ കണ്ടസ്റ്റൻസിന്റെ റിസൾട്ട് ഒക്കെ വരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് സയോയ്ക്കാണ്. സുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷെന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഷെന്നിനെ അല്ലാതെ മറ്റാരെങ്കിലും സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്നെ സു കൊന്നു കളയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഷെന്നിനെ ആയിരുന്നു ചെങ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും സയോയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. പണ്ടും ഇപ്പോഴും ഞങ്ങൾ സ്ഥിരമായിട്ട് തന്നെ കോണ്ടാക്റ്റിലൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് സിയോ സയോനായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും സയോയും കുറെ കാലമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സയോനായിരിക്കും സെലക്ട് ചെയ്യുക എന്നൊക്കെ ലൂവും പറയുന്നു. യൂസിക്ക് സൂവിന്റെ പേഴ്സണാലിറ്റിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും സൂവിനായിരിക്കും സെലക്ട് ചെയ്യുക എന്നൊക്കെ യൂസിയും പറയുകയാണ്. സയോയുടെ അടുത്ത് ചെങ്ങും നീ എന്തുകൊണ്ടാണ് ഈ ഒരു ഷോയിൽ പങ്കെടുക്കാനായിട്ട് വന്നതെന്ന് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു കൂട്ടത്തിലുള്ള ഒരാളെ ഇഷ്ടമാണെന്നൊക്കെ സയോയും പറയുകയാണ്. പക്ഷെ അത് ആരാണെന്ന് അവൾ തുറന്നു പറയുന്നില്ല. ട്രൂത്ത് ആൻഡ് ഡെയറിലെ ട്രൂത്തിന്റെ സെക്ഷനിലാണ് വോട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് ഡെയറിന്റെ സെക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മൊത്തം 8 കാർഡൊക്കെ അവരുടെ കയ്യിലുണ്ട്. അവരും അതൊക്കെ കൊടുക്കുന്ന സമയത്ത് ആർക്കൊക്കെയാണോ ഹേർട്ടിന്റെ കാർഡൊക്കെ കിട്ടുക അവരും ഒരു ടാസ്ക് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഫസ്റ്റ് റൗണ്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹേർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് സിയോനും ക്വിനിനുമാണ്. ഒരു ഫിംഗർ ബിസ്ക്കറ്റ് ഒക്കെ ഒന്നിച്ച് കഴിക്കുക എന്നതായിരുന്നു അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ടാസ്ക്. അവരങ്ങനെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും 3 സെന്റിമീറ്റർ പോലും ആ ഒരു ബിസ്ക്കറ്റിന് നീളമുണ്ടാക്കുവാനായിട്ട് പാടില്ല എന്ന ഒരു നിബന്ധന കൂടി വെക്കുകയാണ്. അവരും കണ്ണടച്ചൊക്കെ ആയിരുന്നു ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും സയോ ഏറ്റവും ഒടുവിലായിട്ട് ബിസ്ക്കറ്റിന്റെ നീളമൊക്കെ എത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് ടാസ്ക് ഒക്കെ സ്റ്റോപ്പ് ചെയ്യിക്കുന്നു. അങ്ങനെ അതിന്റെ അളവൊക്കെ നോക്കുമ്പോഴത്തേക്കും 3 സെന്റിമീറ്ററിൽ താഴെയായിരുന്നു ഉണ്ടായിരുന്നത്. സോ അവരും ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി അടുത്ത റൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും അവർക്ക് കാർഡൊക്കെ കൊടുക്കുകയാണ്. ഇത്തവണ ചെങ്ങിനും സൂവിനും ആയിരുന്നു ഒരേപോലെ ഹേർട്ട് സിമ്പിളൊക്കെ ഉള്ള കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സൂവിനും ചെങ്ങിനും കിട്ടിയിട്ടുണ്ടായിരുന്ന ടാസ്ക് രണ്ടുപേരും പരസ്പരം ഹഗ്ഗൊക്കെ ചെയ്തിട്ട് നിലത്തോടെ 30 സെക്കൻഡോളം ഉരുളണം എന്നതായിരുന്നു. ഇതൊക്കെ കുറിച്ച് കടന്നുപോയി. അല്ലെങ്കിലും ഇതൊന്നും തന്നെ ചെങ്ങിന് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് സൂ നിൽക്കുമ്പോഴത്തേക്കും സിമ്പിളായിട്ടൊക്കെ ഞാനിത് ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ചെങ്ങും അതൊക്കെ ചെയ്യുവാനായിട്ടും ഇറങ്ങുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നിലത്തോട് ഉരുണ്ടിട്ട് ആ ഒരു ടാസ്കും കംപ്ലീറ്റ് ചെയ്യുകയാണ്. അടുത്തതായിട്ട് എല്ലാവരും തന്നെ കാർഡൊക്കെ എടുക്കുന്ന സമയത്ത് ഷെന്നിനായിരുന്നു ഹേർട്ടിന്റെ സിമ്പിളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ മറ്റാർക്കും കിട്ടാതെ തനിക്ക് തന്നെ ഹേർട്ടിന്റെ സിമ്പിളൊക്കെ കിട്ടണമെന്ന് ലു ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മറ്റേ ഹേർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് യൂസിക്കായിരുന്നു. ഈ ഒരു സമയത്ത് അവർക്ക് കിട്ടുന്ന ടാസ്ക് വളരെ സിമ്പിൾ ആണ്. രണ്ടുപേരും പരസ്പരം കണ്ണിൽ കണ്ണിലൊക്കെ നോക്കി 30 സെക്കൻഡ് ചെലവഴിക്കണം. ലൂവിനും ഷെന്നിനും അതത്രയ്ക്ക് കുഴപ്പമുള്ളതായിട്ടൊന്നും തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഷെന്നും യൂസിയും കൂടി പരസ്പരം നോക്കുവാനായിട്ടൊക്കെ റെഡിയായി നിൽക്കുമ്പോഴത്തേക്കും വെറുതെ നോക്കുന്നത് പോലെ അല്ലാതെ കുറച്ചൊക്കെ സ്നേഹത്തോടെ പരസ്പരം നോക്കിക്കോട്ടെ എന്നൊക്കെ യൂസി ചോദിക്കുമ്പോഴത്തേക്കും ടീമും അതൊക്കെ അംഗീകരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കെ യൂസിയും ഷെന്നിന്റെ വളരെയധികം അടുത്തൊക്കെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവനും അവളുടെ കണ്ണിലേക്കായിട്ടൊക്കെ നോക്കി നിൽക്കുന്നു. പക്ഷെ യൂസിക്ക് ഷെന്നിനെ ഇഷ്ടമാണെന്നൊക്കെ അവൻ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു ലുവിന്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവരും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്നത് സഹിക്കുവാൻ സാധിക്കാത്ത അവനും ദേഷ്യമൊക്കെ വന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ക്യാനൊക്കെ പൊട്ടിക്കുന്നൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ടാസ്കും അവിടെ കൊണ്ട് അവർ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ സയോയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് ആരായിരിക്കുമെന്നൊക്കെ ഇപ്പോൾ എല്ലാവരും ചേർന്ന് ചർച്ചയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കെ അത് സിയോ ആകുവാനാണ് സാധ്യത കൂടുതൽ എന്നൊക്കെ ക്വിൻ പറയുമ്പോഴത്തേക്കും ചെങ്ങും അവളും വളരെയധികം ക്ലോസ് ആയിട്ടൊക്കെയാണ് പെരുമാറുന്നത്. സോ ആ ഒരു വ്യക്തി ചെങ് ആയിരിക്കുമെന്നൊക്കെ സൂവും പറയുന്നു. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും മറ്റൊക്കെ ഇല്ലേ. അങ്ങനെ ഇരിക്കെ ഈ ഒരു ഷോയിലൊക്കെ പങ്കെടുക്കുന്നത് കൊണ്ട് അവളും ഒരു കള്ളമൊക്കെ പറഞ്ഞതാക്കുവാനുള്ള സാധ്യതയും ഇല്ലേ എന്നൊക്കെ ഷെന്നും അവരോടായിട്ടൊക്കെ ചോദിക്കുന്നു. ലു ഒറ്റയ്ക്കിരുന്ന് മദ്യപിക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ ലുവും വിലയിൽ നിന്നും ഇറങ്ങിപ്പോയതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഷെന്നും ഇപ്പോൾ അവനെ ഫോളോ ചെയ്ത് അവൻ ഇരിക്കുന്ന ഇടത്തൊക്കെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് മദ്യപിക്കുന്നു.
അല്ലെങ്കിൽ തന്നെ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഗെയിം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ നീ കാരണമാണ് പെട്ടെന്ന് ആ ഒരു ഗെയിമൊക്കെ സ്റ്റോപ്പ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ അടുത്ത് അവളും നന്ദിയൊക്കെ പറയുന്നു. അവനും നീയും ഒന്നിച്ചു നിൽക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നും തന്നെയല്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എനിക്കും എന്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെ അവനും ഇപ്പോൾ അവളുടെ അടുത്തൊക്കെ തുറന്നു പറയുകയാണ്. ഞാൻ ജർമ്മനിയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് എന്നെ ഒരുപാട് കാര്യത്തിലൊക്കെ അവൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ എന്റെ നല്ലൊരു ഫ്രണ്ടാണ്. പക്ഷേ ഒരു ഫ്രണ്ട് എന്നതിന്റെ അപ്പുറത്തായിട്ട് എനിക്ക് അവനുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്നൊക്കെ ഷൻ പറയുമ്പോഴത്തേക്കും എനിക്ക് അവന്റെ അടുത്ത് കൂടുതലായിട്ട് അസൂയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നീ ജർമ്മനിയിലായിരിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും നിന്റെ കൂടെ നിൽക്കുവാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ആ ഒരു സമയത്തെല്ലാം തന്നെ അവനായിരുന്നു നിന്റെ കൂടെ ഉണ്ടായിരുന്നത്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് നിന്നെ കാണുവാനായിട്ട് പോലും സാധിച്ചത്. അങ്ങനെ ഇരിക്കെയാണല്ലോ പോലീസ് സ്റ്റേഷനിൽ പോലും എനിക്ക് കേറേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നതും. എന്തായാലും എല്ലാ തെറ്റും എന്റേത് മാത്രമാണ്. ഞാനും എപ്പോഴും നിന്നെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ ദിവസം അതുപോലത്തെ ഒരു സംഭവമൊക്കെ നടക്കാതിരിക്കുകയായിരുന്നെങ്കിൽ നീ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരിക്കുമോ എന്നൊക്കെ ആയിരുന്നു ഞാനും പിന്നീട് ആലോചിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും പറയുന്നു. അന്ന് നമ്മൾ ബ്രേക്കപ്പ് ഒക്കെ ആയതിനു ശേഷം എനിക്കും ഒരുപാട് വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. നിന്റെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെട്ടാണ് ഞാൻ സംസാരിച്ചതെന്നൊക്കെ എനിക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ 2 തവണയൊക്കെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും നീ ആയിരുന്നു കോളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവള് പറയുമ്പോഴത്തേക്കുമാണ് അവനും അന്ന് നടന്ന സംഭവത്തെക്കുറിച്ചൊക്കെ ഓർക്കുന്നത്. അന്ന് അവൻ ഒരുപാട് മദ്യപിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ അവന് അവളുടെ ഫോണിൽ നിന്നും കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആ ഒരു കോളൊക്കെ എടുക്കുവാനായിട്ടുള്ള ബോധമൊന്നും തന്നെ അപ്പോഴവന് ഉണ്ടായിരുന്നില്ല. പിന്നീട് അവൻ കണ്ണു തുറന്നപ്പോഴത്തേക്കും ഹോട്ടൽ റൂമിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല കോൾ ലിസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്ത സമയത്ത് അതിലൊന്നും തന്നെ അവളുടെ കോള് വന്നതായിട്ട് കണ്ടിട്ടുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാം തന്റെ ഒരു സ്വപ്നം മാത്രമായിരിക്കുമെന്നൊക്കെയാണ് അവനും കരുതിയത്. അന്ന് നീ എന്നെ കോൾ ചെയ്ത സമയത്ത് ഞാനും കോളൊക്കെ എടുക്കുകയായിരുന്നെങ്കിൽ നീ എന്താകും എന്നോട് പറയുക എന്നൊക്കെ ഇപ്പോൾ അവന് ചോദിക്കുമ്പോഴത്തേക്കും അവളും അവനെ കിസ് ചെയ്യുന്നു. അങ്ങനെ അന്ന് രാത്രി അവരും ഒന്നിച്ചൊക്കെയായിരുന്നു കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ എണീക്കുമ്പോഴത്തേക്കും നിന്റെ മുഖമൊക്കെ കണ്ട് എണീക്കുവാനായിട്ട് സാധിക്കുന്ന ദിവസങ്ങളാണ് എനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ എന്നൊക്കെ അവനും അവളോട് പറയുന്നു. അപ്പോഴാണ് അവളുടെ ഫോണിലേക്കും ഒരു മെസ്സേജ് വരുന്നത്. ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും തന്നെ ഫുട്ടേജസ് ഒക്കെ റിവ്യൂ ചെയ്യുവാനായിട്ട് എത്രയും വേഗം ഓഫീസിലേക്കൊക്കെ എത്തണമെന്ന രീതിക്കായിരുന്നു ആ ഒരു മെസ്സേജ്. പക്ഷെ അപ്പോഴാണ് അവളും ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന കാര്യം എല്ലാം തന്നെ ഒന്ന് ആലോചിച്ചൊക്കെ നോക്കുന്നത്. അങ്ങനെയിരിക്കെ അവളും അവനെ ജനലിന്റെ വെളിയിലുണ്ടായിരുന്ന ഒരു ക്യാമറ ഒക്കെ കാണിച്ചു കൊടുക്കുന്നു. നമ്മളും എത്രയും വേഗം സ്ഥലത്തെത്തിയിട്ട് ആ ഒരു വീഡിയോ ഒക്കെ റിമൂവ് ചെയ്യണമെന്നൊക്കെ അവളും പറയുകയാണ്. കോറിഡോറിലൂടെ ആൾക്കാരൊക്കെ നടന്നു പോകുന്നത് ഷൂട്ട് ചെയ്യുവാനായിട്ടായിരുന്നു അവിടെ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരും ജനലിന്റെ കർട്ടനൊക്കെ അടയ്ക്കുവാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ഒക്കെ ക്യാമറയിലും പതിഞ്ഞിട്ടുള്ളത്. അവരായിരുന്നു അവിടെ ആദ്യം എത്തുന്നതെങ്കിൽ പോലും അവരുടെ പിന്നാലെ തന്നെ ബോസും എത്തുകയാണ്. പ്രൊഡക്ഷൻ ടീമൊക്കെ ഉടനെ തന്നെ ഇവിടെ എത്തുന്നതായിരിക്കും. അതിനു മുമ്പ് ഇന്നലത്തെ ദൃശ്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ബോസ് അകത്തേക്ക് കയറുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും അവരും ബോസിനെ തടയുന്നു. നിങ്ങൾ ഫുഡ് കഴിക്കാതൊക്കെയാണ് വർക്ക് ചെയ്യുവാനായിട്ട് പോകുന്നത്. അതിന് ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഷൻ നിൽക്കുമ്പോഴത്തേക്കും ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ അസിസ്റ്റന്റും മറുപടിയൊക്കെ പറയുകയാണ്. പക്ഷെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല. നമുക്ക് ഒന്നിച്ച് പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് ലോ പറയുമ്പോഴത്തേക്കും എനിക്കുള്ളതല്ലാതെ 2 പാക്കറ്റൊക്കെ കൂടുതലായിട്ട് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് അസിസ്റ്റന്റും കയ്യിലുണ്ടായിരുന്ന ഫുഡൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യുന്നു. കുറച്ച് നാളായിട്ട് ഒരുപാട് സ്ട്രെസ്സൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്പൈസി ആയിട്ടുള്ള ഫിഷൊക്കെ കഴിക്കുവാനായിട്ട് തോന്നുകയാണ്. അത് നിന്റെ കയ്യിൽ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷെൻ നിൽക്കുമ്പോഴത്തേക്കും അതും എന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് അതുകൂടി ഷെന്നിന് കൊടുക്കുന്നു. പക്ഷെ എനിക്ക് ബാർബിക്യൂ ആണ് കഴിക്കുവാനായിട്ട് തോന്നുന്നതെന്നൊക്കെ ലൂ പറയുമ്പോഴത്തേക്കും അതും അസിസ്റ്റന്റ് നൽകുകയാണ്. പിന്നീട് ബോസും അസിസ്റ്റന്റും കൂടി അകത്തേക്കൊക്കെ കയറി ചെല്ലുമ്പോഴത്തേക്കും ഇവർ കൂടി അതിന്റെ കൂടെയൊക്കെ കൂടുന്നു. ഗസ്റ്റ് റൂമിന്റെ കൊറിഡോറിന്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ക്യാമറയിൽ കുറച്ച് ദൃശ്യങ്ങളൊക്കെ പതിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അസിസ്റ്റന്റ് ബോസിനോട് പറയുമ്പോഴത്തേക്കും അതിനവിടെ ആരും താമസിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ദൃശ്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുവാനായിട്ട് ബോസ് കൂടി വരുന്നു. ലൂവും അവരെ തടഞ്ഞൊക്കെ നിൽക്കുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.